ഹോളിസ്റ്റിക് ട്രഷർ ഹബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് മുയൽ ചെവിയൻ അല്ലെങ്കിൽ എമിലിയ സോഞ്ചിഫോളിയ പാർട്ട് 1 എപ്പിസോഡ് 20. കേരളത്തിലുടനീളം കണ്ടുവരുന്ന ഒരു ഔഷധ വർഗത്തിൽപ്പെട്ട ഔഷധ സസ്യമാണ് മുയൽ ചെവിയൻ. ഇത് ഒരു പാഴ്ചെടിയായി കാണപ്പെടുന്നു. ഈ സസ്യത്തിന്റെ ഇലകൾക്ക് മുയലിന്റെ ചെവിയോട് സാദൃശ്യമുള്ളതിനാലായിരിക്കും ഇതിന് ഈ പേര് ലഭിച്ചത്. ശശശ്രുതി എന്ന സംസ്കൃത നാമവും ഇതേ രീതിയിൽ ലഭിച്ചിട്ടുള്ളതാണെന്ന് കരുതുന്നു. തലവേദനയ്ക്കുള്ള ഒരു ഉത്തമ പച്ച മരുന്നു കൂടിയാണ് ഈ ചെടി. ഈ ചെടിയുടെ പേര് ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ചെടിയാണ്. ഇത് പനി പിന്നെ പമ്പ കടത്തുന്നു. അതുപോലെ തന്നെ മുയൽ ചെവിയൻ നിലം പറ്റി വളരുന്ന ഒരു ചെറിയ ചെടിയാണ്. ചെടിയിൽ ഇലയിലും തണ്ടിലുമെല്ലാം ചെറിയ രോമങ്ങൾ പോലെയുള്ള ഭാഗങ്ങളും കാണാം. നീലയും വെള്ളയും നിറത്തിലുള്ള ഇതിന്റെ പൂക്കൾ ഉണങ്ങിക്കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് കാണപ്പെടുന്നു. അതുപോലെ തന്നെ ഇത് തലവേദനയ്ക്കുള്ള നല്ലൊരു മരുന്നാണ് മുയൽ ചെവി. ഇത് ചതച്ച് പിഴിഞ്ഞ നീര് രാസ്നാദി പൊടിയിട്ട് നെറുകയിൽ പുരട്ടിയാൽ തലവേദനയിൽ നിന്നും ആശ്വാസം ലഭിക്കുന്നു. അതേപോലെ തന്നെ മൈഗ്രെയിൻ പ്രശ്നത്തിനും ഇത് വളരെ ഉത്തമമായിട്ടുള്ള ഒരു ചെടിയാണ്. അതുപോലെ തന്നെ പൈൽസിനുള്ള ഒരു നല്ലൊരു മരുന്ന് കൂടിയാണ് മുയൽ ചെടി. ഇത് അരച്ച് നെല്ലിക്ക വലുപ്പത്തിലെടുത്ത് മോരിൽ കലക്കി കുടിക്കുകയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പൈൽസിന്റെ രോഗങ്ങൾക്ക് വളരെ ഉത്തമമായിട്ടുള്ള ഈ ഒരു ചെടി നല്ലതാണ്. അതേപോലെ തന്നെ സ്ത്രീകൾക്കുണ്ടാകുന്ന ബ്ലീഡിംഗ് പോലുള്ള പ്രശ്നങ്ങൾക്ക് നല്ലൊരു മരുന്നാണ് മുയൽ ചെടി. ഇത് അരച്ച് പാലിൽ ചേർത്ത് കഴിച്ചാൽ മതിയാകും. ഇത് ശരീരത്തിന്റെ ഏത് ഭാഗത്തു നിന്നുമുള്ള ബ്ലീഡിങ്ങിന് ഉത്തമമായിട്ടുള്ള ഒരു ചെടിയാണ് മുയൽ ചെടി. അതുപോലെ തന്നെ ഇതിന്റെ വേരുകൾക്ക് നല്ല നമ്മുടെ ഞരമ്പ് സിസ്റ്റത്തിന്റെ ഒരു രൂപമാണ്. അതുപോലെ തന്നെ സൈനസൈറ്റിസിന് ഇത് വളരെ നല്ലൊരു മരുന്നാണ്. ഇത് പലരെയും നമ്മളുടെ നാട്ടിൽ അലട്ടുന്ന ഒരു പ്രശ്നമാണ് സൈനസൈറ്റിസ്. അതിനും വളരെ നല്ലൊരു ചെടിയാണ്. അതുപോലെ തന്നെ പനിക്കുള്ള പ്രകൃതിദത്ത ഔഷധമാണ് മുയൽ ചെവി. ഇതിന്റെ നീര് 10 ml വീതം ഒരു 2 നേരമായിട്ട് എടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ പനി പമ്പ് കിടക്കുന്നതാണ്. അതുപോലെ തന്നെ കണ്ണിന്റെ അസുഖങ്ങൾക്ക് ഇതിന്റെ ഇലയുടെ നീരെടുത്ത് കണ്ണിൽ ഒഴിക്കുന്നത് നേത്ര രോഗങ്ങൾക്കുള്ള നല്ലൊരു പ്രതിവിധിയാണ്. കണ്ണിന് കുളിർമയിൽ ലഭിക്കുകയും ഏറെ പ്രത്യേകത ഉള്ളതും ആയിട്ടുള്ള ഒരു ചെടിയാണ്